സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എനർജറ്റിക് ആയിട്ടൊരു കയ്യടി പോരട്ടെ. താങ്ക് യു. അപ്പൊ നമ്മുടെ സ്നേഹം കൊണ്ട് നിർമ്മിക്കുന്ന വലിയൊരു ലോകമാണ് കുടുംബം എന്ന് പറയുന്നത്, അല്ലെ? ഓരോ കുടുംബത്തിലും ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഈ കുടുംബത്തിൽ, അതായത് എന്റെ ഈ കുടുംബത്തിൽ ഒരു ആഘോഷം നടക്കാൻ പോവാണ്. അത് വേറൊന്നുമല്ല, ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ്. നിങ്ങൾ ആലോചിക്കും ഇത് ആരാണ് ഈ പെണ്ണെന്ന്. അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. Let's welcome all of you to this wonderful girl looking ceremony today. അപ്പൊ നിങ്ങൾ ഇത്രയും നേരം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എനർജിയും ഈ ഒരു സപ്പോർട്ടും ഒക്കെ ഈ ഈവന്റ് തീരുന്നത് വരെ ഉണ്ടാവുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ തുടങ്ങട്ടെ. എല്ലാ ഷോയുടെയും വിജയം എന്ന് പറയുന്നത് അതിന്റെ പ്രൊഡ്യൂസർ ആണല്ലേ. അപ്പൊ ഈ ഈവന്റിന്റെയും പ്രൊഡ്യൂസർ എന്റെയും കൂടി പ്രൊഡ്യൂസറായ എന്റെ അച്ഛനാണ്. ഞാൻ എന്റെ അച്ഛനെ സ്വാഗതം ചെയ്യട്ടെ. ലെറ്റ്സ് വെൽക്കം കല്ലുവെട്ടാൻകുഴി മുരുകൻ ഓൺ ദി സ്റ്റേജ്. അച്ഛ ഇപ്പൊ എന്തിനാ അസ്ഥാനത്ത് കയറി കട്ട് പറഞ്ഞത്? അസ്ഥാനത്ത് കട്ട് പറഞ്ഞ നാട്ടിൽ വിളിക്കുന്നത് നിനക്ക് വട്ടാണ്. എടി നിന്റെ പെണ്ണുകാണൽ ചടങ്ങല്ലേ ഇന്ന്. നീ എന്താണ് കിടക്കുന്നത്? ഹലോ കയ്യടിച്ചാട്ടെ എന്തോന്നു ഇത്? അച്ഛാ, യു നോ ആങ്കറിംഗ് ഈസ് മൈ പ്രൊഫഷൻ അച്ഛാ. അപ്പൊ പിന്നെ എന്റെ പ്രൊഫഷനിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ എന്റെ ഒരു ഈവന്റ് വരുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ നടക്കണ്ടേ? നീ ഒതുങ്ങ്. നീ എന്തോന്ന് കിടന്ന് കാണിക്കണം? അച്ഛാ, അങ്ങനെ ഒതുങ്ങാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ ചാടി നിൽക്കണം ആങ്കർ ആയി കഴിഞ്ഞാൽ. അതാണ് ആ ഈവന്റിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം അച്ഛാ. അല്ല, നിങ്ങൾ ചാടി നീ എന്തോ എലിയനെ പഠിക്കില്ല. മര്യാദയ്ക്ക് ആങ്കർ ചെയ്യണം. ആങ്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആങ്കറിങ് അല്ല, പണ്ടത്തെ ആങ്കറിങ്. അതാണ് സൂപ്പർ. അന്നത്തെ ഒരു നൊസ്റ്റാൾജി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഫോണിംഗ് പ്രോഗ്രാം. ആ ഫോണിംഗ് പ്രോഗ്രാം അത് പറയും, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, ആ ഡെഡിക്കേഷൻ കേൾക്കാൻ പറ്റും, രോമാഞ്ചം വരും. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, അന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു, നല്ല സുന്ദരികളായ പെൺകുട്ടികളുണ്ടായിരുന്നു. എത്ര പെൺകുട്ടികളെ ഞാൻ ഉമ്മ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ചുമ്മാ അല്ല, ഉമ്മയെന്ന്. പിന്നെ അച്ഛൻ അന്ന് ചെറുപ്പക്കാരനായിരുന്നു, പിന്നെ വിളിച്ച് ചോദിക്കുമ്പോ അവർ ഉമ്മ വരല്ലേ? അതൊക്കെ നൈസ് ഐഡിയ ആണ്. ഞാൻ ഫോൺ ചെയ്യും. ഹലോ, ഞാൻ ഫോനോട്ടനാണ്, ബർത്ത്ഡേ ആണ്, ഒരു ഉമ്മ തരോ? 10 ഉമ്മ എനിക്ക് തരണത്. അത് മാത്രല്ല, പണ്ട് വേറൊരു പയ്യ ഉണ്ടായിരുന്നേ, മുടിയൊക്കെ വളർത്തിട്ട്. അത് പേരെന്തൊരു ക്ലാഷാ? യാഷ് എന്ന് പറഞ്ഞ സൂപ്പർ പയ്യനാണ്. അവൻ ആങ്കർ ചെയ്യുമ്പോണ്ടല്ല ക്ലാഷ് ഒന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെയാണ് കഴിവെന്ന് പറയണത്. പിന്നെ വേറൊരു കാര്യം, അവനാണെങ്കിൽ ഉണ്ടല്ല ഭയങ്കര ക്യാഷ് അഹങ്കാരമാണ്. ക്യാഷ് അഹങ്കാരം. കേശ അലങ്കാരം ഒന്നല്ലേ? അത്രയും മുടി ഉണ്ടെങ്കിൽ അവന് അലങ്കാരമല്ല, അഹങ്കാരം. അത് മനസ്സിലാക്കണം. അത് അച്ഛന് മുടി ഇല്ലാത്തോണ്ട് തോന്നുന്നതാണ്. അത് വിട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പണ്ടത്തെ ആങ്കറിങ് സൂപ്പറാണ്. ജോയി ജോൺ, അങ്ങനെ എന്തുമാത്രം കരുൺ, എന്തുമാത്രം ആങ്കർമാരുണ്ടായിരുന്നു അറിയാമോ? അച്ഛ ഒരു കാര്യം മനസ്സിലാക്കണം. അന്നത്തെ ആങ്കറിങ് അടിപൊളിയാണെങ്കിൽ ഇന്നത്തെ ആങ്കറിങ് അടിപൊളിയല്ലേ? ആങ്കറിങ്ങിന്റെ അടിപൊളി നിങ്ങളെ പറ്റിയാണ് പറയണത്. കയ്യടി. എല്ലാ ആങ്കറിങ് അടിപൊളിയാണ്. അതുകൊണ്ട് ഇന്ന് എന്റെ പെണ്ണ് കാണൽ ചടങ്ങ് ഞാൻ ഇങ്ങനെ ചാടി നിന്ന് ഇത് വൈബാക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് മൂഡ്? അവര് വന്നെന്ന് തോന്നുന്നു. ബ്രോക്കറല്ലേ ആദ്യം വരുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ പരിപാടി? ഒരു പെണ്ണ് കാണാൻ പോകുന്ന ആരൊക്കെ? ബ്രോക്കറും ചെറുക്കനും. അതെ, ചെറുക്കനെ പുറത്തിട്ടിട്ട് ബ്രോക്കർ വിട്ടെന്താ അങ്ങോട്ട്? അത് വേറൊന്നും. നമ്മുടെ ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആരാണ്? ചെറുക്കനാണ്. അപ്പൊ നമ്മൾ ചെറുക്കൻ ഇങ്ങനെ വെറുതെ വിളിച്ചാൽ പോരാ, നല്ലൊരു എൻട്രി പഞ്ച് വേണം, അല്ലേ മക്കളെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ ആദ്യം വരാൻ പറഞ്ഞത്. മക്കളെ, ആ ചെറുക്കനുള്ള എൻട്രി പഞ്ച് ഒന്ന് കാണിച്ചോട്. ആക്ഷൻ. അപ്പൊ നമ്മൾ ഇത്രയും നേരം ആകാംക്ഷയോടെ കാണാൻ കാത്തിരുന്ന ആ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മടിയൻപറമ്പിൽ മഹേഷ്. മടിയൻപറമ്പിൽ മഹേഷ് തിരുവനന്തപുരം ജില്ലയിലെ മടിയൻപറമ്പിൽ പ്രഭാകരന്റെയും സാവിത്രിയമ്മയുടെയും ഒരേ ഒരു മകനായി ജനിച്ചു. വെഞ്ഞാറമൂട് ഹൈസ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പഠനം പൂർത്തീകരിച്ച ഇദ്ദേഹം കുന്നുകുഴി നളന്ദ ട്യൂട്ടോറിയൽ കോളേജിൽ നിന്നും ഉപരിപഠനം പൂർത്തിയാക്കി. ഇന്ന് കേരള സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി നോക്കുന്ന ഈ യുവാവ് ആദ്യമായാണ് ഒരു പെണ്ണുകാണൽ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മദ്യം, മദിരാശി, കുറ്റിബീഡി, റീൽസ് പിടുത്തം എന്നീ ദുശീലങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഈ സൽസ്വഭാവിയായ ചെറുപ്പക്കാരനെ ഈ മഹനീയ പെണ്ണുകാണൽ ചടങ്ങിലേക്ക് ഹർഷാരവത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മടിയൻപറമ്പിൽ മഹേഷ്. അല്ലേ, ഇതൊന്ന് അവാർഡ് തരാൻ വിളിച്ചു വരുത്തിയതാ. ഇവിടുത്തെ പെണ്ണേ
ആങ്കറാണ്. അപ്പൊ ഈ വീട്ടിൽ ഒരു എൻട്രി പഞ്ച് തന്നു. ഓ അത് ആങ്കർ ആയത് നല്ലത്. വല്ല ഡോക്ടറും വല്ലതും ആയിരുന്നെങ്കിൽ എന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തേനെ. എന്താ ഇത്? അവൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലേ ഞാൻ ചിരിച്ച് കയറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ആങ്കർ വെറുതെ ഇരുന്നാ പോരാ, സൈഡിൽ ചിരിക്കണം. അതാണ് ഇതെങ്ങനെ നിൽക്കും? ഓ സമാധാനായി. ഇത്രയുള്ള പരിപാടി. കട്ട് പറഞ്ഞപ്പം നിൽക്കൂലേ? കട്ട് പറഞ്ഞപ്പം നിൽക്കും. വെരി ഗുഡ്. ഒരു കാര്യം പറയാണ്ട്, ഞങ്ങള് പെണ്ണ് കാണാൻ ചെല്ലുന്ന വീട്ടില് ഫുഡ് കാണുമ്പോൾ അറിയാം അവരുടെ മഹത്വം. ഇവിടെ ഒരുപാട് ഫുഡ് ഉണ്ട്. ഇത് എവിടെ നിന്ന് മേടിച്ചേ? ആക്ഷൻ. കൊഴലപ്പം സ്പോൺസർഡ് ബൈ കല്ലുവട്ടാംകുഴി സുഗുണൻസ് ബേക്കറി. അച്ചപ്പം സ്പോൺസർഡ് ബൈ സുഗുണൻസ് ബേക്കറി കല്ലുവട്ടാംകുഴി. മിക്സർ സ്പോൺസർഡ് ബൈ സുഗുണൻസ് ബേക്കറി കല്ലുവട്ടാംകുഴി. ചായക്കുള്ള പാല് സ്പോൺസർഡ് ബൈ കല്ലുവട്ടാംകുഴി സുഗുണൻസ് ബേക്കറി. അല്ലേ